ഹലോ ഫ്രണ്ട്സ്, പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ മിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന ഒരു കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇവരുടെ തന്നെയാണ്. നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്നല്ല നമ്മുടെ വിഷയം. അവരുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവായിട്ട് ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അതെന്തായാലും അവരുടെ ഒരു ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അതൊന്നല്ല. ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് ഈ ഫ്രണ്ട് മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിവോഴ്സായി. അതിൽ 2 കുട്ടികളുണ്ട്. അത് ഡിവോഴ്സായിട്ട് ഇയാൾ വീണ്ടും വേറെ കല്യാണം കഴിച്ചു. അതിലിപ്പോൾ ഒരു കുട്ടിയായിട്ട് സുഖമായിട്ട് ജീവിക്കണം. അപ്പോൾ ഇയാളുടെ ആദ്യത്തെ ഭാര്യയല്ലേ, ആ ഭാര്യയും വേറെ കല്യാണം കഴിച്ചു, ആ ഭാര്യയും വേറെ ജീവിക്കണം. അപ്പോൾ ഇതിൽ ആ കുട്ടികൾ ഇപ്പോൾ എവിടെയാണെന്ന് അപ്പോൾ കുഞ്ഞൻ ചോദിക്കും. അവർ പറയുന്നൊരു മറുപടി, കുട്ടികൾ ഈ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഭാര്യയുടെ കൂടെ അല്ല കുട്ടികൾ, ഭാര്യയുടെ ഉമ്മയുടെ വീട്ടിലാണ്. അല്ല, അങ്ങനെ പറയണം. അപ്പോൾ ഇയാൾ പറയണേ, ഈ പാണ്ടിക്കാട് കുഞ്ഞൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ എന്താ പറയുക, കല്യാണം കഴിച്ചു, ഇപ്പോൾ പിരിയലൊക്കെ സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കല്യാണം കഴിക്കൽ, പിന്നെ അത് ഒരുമിച്ച് പോകാനുള്ള പൊരുത്തക്കേട് കാരണം വീണ്ടും പിരിയുക, വേറെ കല്യാണം കഴിക്കുക എന്നുള്ളതൊക്കെ അത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ ആരും അറിയാതെ വേദനിക്കുന്ന മനസ്സുകളാണ് സത്യം പറഞ്ഞ ഈ കൊച്ചു കുട്ടികൾ, അല്ലേ? അവരെന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഈ പാണ്ടിക്കാട് കുഞ്ഞോന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ എനിക്ക് തോന്നിയിട്ട് ഇയാൾ പറയുന്ന ഒരു കാര്യം വളരെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് കണ്ടും കേട്ടിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ എല്ലാ ശിക്ഷകളും അനുഭവിക്കുന്നവരാണ് ആ കുട്ടികൾ, അല്ലേ? അവരെന്ത് തെറ്റ് ചെയ്തു? ഇപ്പോൾ ഉപ്പയും ഉമ്മയും ഇങ്ങനെ പിരിഞ്ഞതിൽ അവർക്ക് ഒരു പങ്കുമില്ല. എന്നിട്ട് അവരുടെ ജീവിതം എന്താ പറയുക, ഒരു അനാഥരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ കുട്ടികൾ ആ ഭാര്യയുടെ ഉമ്മയുടെ വീട്ടിലാണ്. ആ കുട്ടികൾക്ക് സത്യം പറഞ്ഞൊരു ഉപ്പ ഉമ്മ എന്നുള്ള സ്ഥാനത്ത് ആരും തന്നെ ഇല്ല. ഒരു പക്ഷേ ആ കുട്ടികളുടെ വല്യമ്മ വല്യപ്പൊക്കെ ആയിരിക്കും വളർത്തുന്നത്, അല്ലേ? പക്ഷെ ആര് വളർത്തിയാലും സ്വന്തം ഉമ്മയും ഉപ്പയും വളർത്തുന്ന ആ ഒരു ഇത് ഒരിക്കലും തന്നെ കിട്ടില്ല. അല്ലെങ്കിൽ അവരൊരിക്കലെങ്കിലും ആഗ്രഹിച്ച് പോവും അവരുടെ സ്നേഹത്തിന്. അവരൊരു തെറ്റും ചെയ്യാതെ ജീവിതകാലം മൊത്തം അവർ ശിക്ഷ അനുഭവിക്കുന്ന ഒരു രീതിയിലേക്കാണ് ആ കുട്ടികൾ അവർ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്, അല്ലേ? ഒരു പക്ഷെ നമ്മൾ എന്താ പറയുക, ഭാര്യയും ഭർത്താവൊക്കെ പിരിയുന്ന ടൈമിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, അതിൽ കുട്ടികളുണ്ടെങ്കിൽ, ആ ബന്ധത്തിൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാവി ചിന്തിക്കുക തന്നെ വേണം, അല്ലേ? അവരുടെ ഒരു ഭാവി എന്താ പറയുക, ഒരു സുരക്ഷിതരാക്കിയിട്ട് വേണം നിങ്ങൾ പിരിയുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനോ, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാൻ. കാരണം ഒരു തെറ്റും ചെയ്യാതെ ആ കുട്ടികളാണ് അവിടെ ശിക്ഷ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലായിരിക്കും, ശരിയാണ്. പക്ഷെ ആ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്ത് അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ ഒരൊറ്റ എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ 2 പേരുടെ ഈഗോ കാരണം വിട്ടുകൊടുക്കാതെ ആ കുട്ടികളുടെ മനസ്സാണ് അവിടെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കപ്പെടുന്നത്. ഇത് ഞാനും ഒരുപാട് കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ ഒരു സംഭവം തന്നെ. ആ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് അവർ വേറൊരു ജീവിതം തേടി പോവുകയാണ്, ഉപ്പയും ഉമ്മയും. അതിപ്പോൾ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ കുട്ടികളാണ് ശരിക്കും അതിൽ അനാഥരായി പോയത്. ഇവർ 2 പേരും 2 തരം വേറെ കല്യാണം കഴിച്ചു. പക്ഷെ ശരിക്കും ആ കുട്ടികൾ അനാഥരായിപ്പോയി. അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞില്ല. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഈ ഉപ്പയും ഉമ്മയും ഇങ്ങനെ പിരിയാനുള്ള എന്താ പറയുക, അവർക്ക് അറിവില്ലാത്ത പ്രായത്തിൽ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ എന്താണ് സംഭവം, ഏതാണ് ഒന്നും അറിയാതെ ആരാണോ അവരിപ്പോൾ കയ്യിലുള്ളത് അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ള ഒരു നിലക്ക് മാത്രം ജീവിച്ചു പോകുന്ന ഒരവസ്ഥ. ഇതാണ് നമ്മൾ എന്ത് പറയുക, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാവി ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഈ കുഞ്ഞൻ പറഞ്ഞത് എനിക്ക് ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ 100% ശരിയായിട്ട് തന്നെ തോന്നി, അല്ലേ? നമ്മൾ എടുത്ത് ചാടിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ബാധിക്കപ്പെടുന്നവരെ കൂടി നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ചോരയിൽ ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ്. അപ്പോൾ അവരെ സേഫ് ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനെന്ന് എനിക്ക് തോന്നി. കുഞ്ഞിനെ എന്താ പറയുക, ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ട്. ഇതൊരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നൊരു സംഭവമാണ്. പക്ഷെ അതിൽ വേദനിക്കപ്പെടുന്ന കുഞ്ഞു മനസ്സുകളുടെ ഒരു വേദന നമുക്ക് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാളുമായിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞിനുമായിട്ട് ഈ വീഡിയോ അയാളെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യത്തെ ന്യായീകരിക്കാനോ ഒന്നുമല്ല. അത്തരത്തിൽ ആരും ഈ ഒരു വീഡിയോ കാണാൻ വേണ്ട. നമുക്ക് കണ്ട ടൈമിൽ ആ കുട്ടികളുടെ ഒരു ഭാഗത്ത് നിന്നിട്ടുള്ള ആ ഒരു ചിന്ത കൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ശരി.